നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത 4-ാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസയോഗം. ഇതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിലാദ്യം ഭഗവാൻ ഈ യോഗത്തെ പറഞ്ഞ സാഖ്യയോഗത്തെ, ജ്ഞാനയോഗത്തെയും കർമ്മയോഗത്തെയും, ഈ രണ്ട് യോഗത്തെയും വിവസ്വാന് സൂര്യഭഗവാന് പറഞ്ഞു. സൂര്യൻ മനുവിനും മനു തൻ്റെ മകനായ ഒന്നാമത്തെ രാജാവായ ഇക്ഷ്വാകുവിന് ഉപദേശിച്ചു. അതുവഴി രാജർഷികളിലൂടെ ഈ യോഗം നിലനിന്നു. ഈ രണ്ട് യോഗങ്ങളും അതിൻ്റെ നിലനിന്നു. ഈ യോഗത്തിലൂടെ യജ്ഞ ഭാവിതരായി, ലോക നന്മയ്ക്കായി അല്ലെങ്കിൽ തത്വജ്ഞാനത്തിനായി പ്രജകൾ മുന്നോട്ട് നയിച്ചു. പക്ഷേ കാലാന്തരേണ ഈ ധർമ്മത്തിന് ഗ്ലാനി സംഭവിച്ചു. അധർമ്മം നമ്മുടെ രാഗദ്വേഷത്തിനനുസരിച്ച് അന്യവർണ്ണങ്ങളിലെ ധർമ്മങ്ങളെ അനുഷ്ഠിക്കുകയും, അന്യവർണ്ണം പറഞ്ഞാൽ നമുക്ക് ഓരോ വർണ്ണത്തിനും ഓരോ സ്വഭാവത്തിനും ഓരോ ധർമ്മങ്ങളുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ. ഇന്നും അതുണ്ട്. അതിനനുസരിച്ച് ഇന്നിപ്പോൾ അത് നമ്മുടെ ധർമ്മങ്ങൾ എന്നുള്ളത് നമ്മൾ കണ്ട് മനസ്സിലാക്കണം. നമ്മുടെ ഗുണത്തിനനുസരിച്ച് ഇന്ന് നമ്മുടെ കർത്തവ്യമായ കർമ്മങ്ങൾ. അപ്പോൾ അതെല്ലാം വിട്ട് അന്യധർമ്മങ്ങളിലേക്ക് പോവുകയും അതിലൂടെ ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാവുമ്പോൾ ആ അധർമ്മത്തെ കൂടിയപ്പോൾ അധർമ്മത്തെ ക്ഷയിപ്പിക്കാനും ധർമ്മത്തെ നിലനിർത്താനും വീണ്ടും ഭഗവാൻ അവതരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അവതരിക്കുന്നത് സ്വന്തം മായയെ കയ്യിലൊതുക്കി അതിലൂടെ ജന്മത്തെ സ്വീകരിക്കുന്നു. സാധാരണ മനുഷ്യൻ പുണ്യപാപങ്ങൾക്കനുസരിച്ച്, ധർമാധർമ്മങ്ങളിലൂടെ പുണ്യപാപങ്ങൾക്കനുസരിച്ചാണ് മനുഷ്യജന്മം. അത് മായയ്ക്ക് അധീനമായിട്ടാണ്. അപ്പോൾ അവർക്ക് പൂർവ്വജന്മങ്ങളിലൊന്നും അറിയില്ല. ഭഗവാനോട് ചോദിക്കേണ്ട അർജുനൻ, എങ്ങനെ നിങ്ങൾ വിവസ്വാന് പറഞ്ഞു ഇപ്പോഴല്ലേ ജനിച്ചുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഭഗവാൻ പറയുന്നു, ഞാനിതെല്ലാം അറിയുന്നു, നീ അത് അറിയുന്നില്ല. പല ജന്മങ്ങളിലൂടെ കടന്നുപോയി, ഞാൻ അവതാരങ്ങളും എടുത്തു. പക്ഷേ എൻ്റെ ജന്മങ്ങളല്ല, അവതാരങ്ങൾ അത് മായയ്ക്ക് അധീനമല്ല, മായയിൽ പെട്ടുകൊണ്ടല്ല, അല്ലെങ്കിൽ പുണ്യപാപങ്ങൾക്കനുസരിച്ച് അതിൻ്റെ കർമ്മബന്ധനത്തിൽപ്പെട്ട് അതിനനുസരിച്ചല്ല. മറ്റുള്ളവർ സഞ്ചിതമായ കർമ്മത്തിന് അവിടെ ഫലമായി കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന കർമ്മഫലങ്ങളെ അനുഭവിക്കാൻ അതാത് യോനികളിൽ ജനിക്കുന്നു. അത് പുഴുവായോ കല്ലായോ മണ്ണായോ മരമായോ ജന്തുക്കളായോ മറ്റ് പൂച്ച, പട്ടി, പുഴു, അങ്ങനെ എന്ത് തന്നെ ആയാലും, അതുപോലെ മനുഷ്യനായാലും എല്ലാം അതിൻ്റേതായ കർമ്മഫലത്തിനനുസരിച്ച് ജനിക്കുന്നു. അവതാരങ്ങൾ അങ്ങനെയല്ല എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ചർച്ച ചെയ്തു. അതുപോലെ ഇത് എൻ്റെ ഈ അല്ലെങ്കിൽ എൻ്റെ ഈ അവതാരത്തെ ആര് താത്വികമായി അറിയുന്നു അവർ മരണാനന്തരം എന്നെ തന്നെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ തന്നെ ജീവിച്ചിരിക്കുക തന്നെ ഈ തത്വജ്ഞാനത്തെ ബോധിക്കുന്നവർ, ഈ താത്വികമായിട്ട് ഇവിടെ തന്നെ ബോധിക്കുന്നവർ ഇവിടെ തന്നെ മുക്തരാകുന്നു. അങ്ങനെ രണ്ട് രീതിയിലും പറഞ്ഞു. മരണാനന്തരവും ഇവിടെ തന്നെ. പിന്നെ ആര് എന്നെ എങ്ങനെ ഭജിക്കുന്നുവോ അതിനനുസരിച്ച് അതാത് ഫലങ്ങൾ, അതാത് രീതിയിൽ ഈ ഫലങ്ങൾ സംഭവിക്കുന്നു. എല്ലാവരും എൻ്റെ മാർഗം തന്നെയാണ് അനുസരിക്കുന്നത് എന്നതും ഭഗവാൻ പറഞ്ഞു. ഇവിടെ ദേവതകളെ ചെയ്യുമ്പോൾ അതിൻ്റെ കർമ്മഫലങ്ങൾ പെട്ടെന്ന് തന്നെ കിട്ടുന്നു. അതുകൊണ്ട് കർമ്മഫലത്തിൽ ഇച്ഛയോടുകൂടി പ്രജകൾ ചിലർ കാമ അപേക്ഷയോടുകൂടി ദേവതകളെ ഭജിക്കുന്നു. അതിനനുസരിച്ച് അവർക്ക് ഫലങ്ങൾ കിട്ടുന്നു. എങ്കിലും അവരെൻ്റെ മാർഗത്തെ തന്നെയാണ്, ഞാൻ തന്നെയാണ് ഇതിനെല്ലാത്തിനും അടിസ്ഥാനമായി നിൽക്കുന്നത് എന്നുള്ളത് ഭഗവാൻ പറഞ്ഞു. ദേവതകളിലൂടെ ആയാലും മറ്റുള്ള ആരുടെ ആയാലും ഉപാസിക്കുമ്പോഴും ഭഗവാൻ തന്നെയാണ് നേരിട്ടല്ലെങ്കിലും ഉപാസിക്കുന്നത്. പക്ഷെ അതാത് വ്യക്തികളുടെ ഗുണങ്ങൾക്കനുസരിച്ച്, താല്പര്യങ്ങൾക്കനുസരിച്ച്, കാമങ്ങൾക്കനുസരിച്ച് ഓരോരുത്തർ ദേവതകളെയും മറ്റുള്ളവരെയൊക്കെ ഭജിക്കുന്നു, അല്ലെങ്കിൽ അവരെ പൂജിക്കുന്നു. അതിനനുസരിച്ചുള്ള ഫലങ്ങൾ അവർക്ക് ലഭിക്കുന്നു എന്നും പറഞ്ഞു. അപ്പോൾ ഈ കർമ്മങ്ങളൊക്കെ എങ്ങനെയാണ്? മനുഷ്യരെ മാത്രം കർമാധികാരികളി പറഞ്ഞല്ലോ, ഇമേ മനുഷ്യ ലോകെ എന്ന് പറഞ്ഞു. മനുഷ്യലോകത്താണ്. അപ്പോൾ മനുഷ്യലോകത്ത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവിടെ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന് ഭഗവാൻ പറഞ്ഞു. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. ഗുണങ്ങൾക്കനുസരിച്ച് ഗുണകർമ്മ വിഭാഗശഃ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന് ഭഗവാൻ പറഞ്ഞതിനെക്കുറിച്ച് നമ്മൾ അവസാനം ചർച്ച ചെയ്തു. അത് കഴിഞ്ഞ് ഭഗവാൻ പറഞ്ഞു, ഇതെല്ലാം ഞാനാണ് സൃഷ്ടിച്ചതെങ്കിലും കർമ്മഫലങ്ങളിലോ കർമ്മത്തിലോ എനിക്ക് ബന്ധങ്ങളില്ല, ഇച്ഛയില്ല, അല്ലെങ്കിൽ അതിങ്ങനെയെല്ലാം ആവണം എന്നുള്ളതൊന്നുമില്ല. ഇങ്ങനെ ആരെന്നെ അറിയുന്നുവോ അവർ ഇവിടെ ബന്ധനസ്ഥരാകുന്നില്ല. കർമ്മയോഗികൾ ഇങ്ങനെ കർമ്മത്തെ അനുഷ്ഠിക്കണം.
അങ്ങനെ ഈ മായയിൽ നിന്നും രക്ഷ നേടണം, മുക്തിയെ പ്രാപിക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഭഗവാൻ പറഞ്ഞു ഏവ ജ്ഞാത്വാ, ലാസ്റ്റ് അവസാനമായി എടുത്ത ശ്ലോകം അതാണ്. ഏവ ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരഭിഹി മുമുക്ഷുഭിഹി കുരു കർമ്മൈവ തസ്മാത്വം പൂർവൈഹി പൂർവതരം കൃതം. മുമ്പുള്ള മോക്ഷേച്ഛുക്കൾ എങ്ങനെയാണോ ഈ കർമ്മയോഗത്തെ അനുഷ്ഠിച്ചത് അതേപോലെ തന്നെ ആ കർമ്മത്തെ നീ അതിനനുസരിച്ച് ചെയ്താലും എന്ന് ഭഗവാൻ ഉപദേശിക്കുകയുണ്ടായി. ഇതാണ് ചുരുക്കം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്തത്. അത് വേണ്ടവർക്ക് കഴിഞ്ഞ വീഡിയോകൾ കേൾക്കാവുന്നതാണ്. നമ്മളതിനെ വിശദമായി ചർച്ച ചെയ്തിരുന്നു, ഷോർട്ട് വീഡിയോകളാക്കി. അടുത്ത ശ്ലോകം നോക്കാം. കിം കർമ്മ കിം അകർമ്മേതി കവയോപ്യത്ര മോഹിതാഃ തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷ്യസേ അശുഭാത്. അശുഭാത് പെട്ടെന്ന് തന്നെ നീയെ മോക്ഷ്യസേ ബന്ധത്തിൽ നിന്ന് മുക്തനാകും. എങ്ങനെ? അങ്ങനെയുള്ള ആ കർമ്മത്തെ കർമ്മ തേ ആ കർമ്മത്തെ തേ പ്രവക്ഷ്യാമി ഞാൻ നിനക്ക് പറഞ്ഞു തരാം. എങ്ങനെ പെട്ടെന്ന് നിന്നും ബന്ധനത്തിൽ നിന്ന് മുക്തനാകും ആ കർമ്മത്തെ ഞാൻ പറഞ്ഞുതരാം എന്ന് ഭഗവാൻ പറയണം. അതെന്താണ്? കർമ്മ കിം അകർമ്മ കിം ഇത് അത്ര കവയഃ അഭിമോഹിതാഃ. ബുദ്ധിമാൻ പോലും ഇവിടെ മോഹിച്ചവരാണ്, അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചിരിക്കും. എന്തിനെക്കുറിച്ച്? കർമ്മം എന്താണ്, അകർമ്മം എന്താണ് എന്ന വിഷയത്തിലൊക്കെ ഇവിടെ ബുദ്ധിമാന്മാൻ പോലും തെറ്റിദ്ധരിച്ചവരാകുന്നു. അതുകൊണ്ട് ഏതൊന്നിനെ അറിഞ്ഞിട്ടാണോ യജ്ഞാത്വാ അശുഭാത് മോക്ഷ്യസേ, ഏതൊന്നിനെ അറിഞ്ഞിട്ടാണോ നീ ഈ ബന്ധനത്തിൽ നിന്നും അശുഭമായതിൽ, അതായത് ബന്ധനത്തിൽ നിന്നും നീ മുക്തനാകുന്നത്, തത് കർമ്മത്തെ പ്രവക്ഷ്യാമി ആ കർമ്മത്തെ നിനക്ക് ഞാൻ പ്രവക്ഷ്യാമി പറഞ്ഞു തരാം എന്ന് ഭഗവാൻ പറയണം. അപ്പോൾ ഈ ഒന്നുകൂടി കർമ്മത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്, കർമ്മം അകർമ്മം വികർമ്മം ഇതിനെക്കുറിച്ചെല്ലാം, കർമ്മം വളരെ ഗഹനമാണ്. അതിനെക്കുറിച്ച് വിവരങ്ങൾ അറിഞ്ഞാലേ അത് കർമ്മയോഗപരമായി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കർമ്മങ്ങളെക്കുറിച്ച് അറിഞ്ഞ് ആ കർമ്മബന്ധനത്തിൽ നിന്നും മോചിതനാവാൻ അതിനെക്കുറിച്ച് ഇനി അടുത്ത ശ്ലോകങ്ങളിൽ പറഞ്ഞു കൊടുക്കുകയാണ്. കർമ്മണോ ഹ്യപി ബോധവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോധവ്യം ഗഹനാ കർമ്മണോ ഗതിഃ. കർമ്മണഃ അഭിബോധവ്യം. കർമ്മം എന്താണ്? വിധിക്കനുസരിച്ച് അല്ലെങ്കിൽ ശാസ്ത്രവിധിക്കനുസരിച്ച് വിഹിതമായ കർമ്മത്തിൻ്റെ കുറിച്ച്, അതിൻ്റെ തത്വത്തെക്കുറിച്ചും അറിയണം നീ. അതിൻ്റെ കർമ്മത്തിൻ്റെ തത്വം, കർമ്മത്തെ അറിയാൻ പറഞ്ഞാൽ അതിൻ്റെ വിഹിതമായ കർമ്മങ്ങളെല്ലാം വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ തത്വത്തെ നീ അറിയണം. വികർമ്മണഃ നിഷിദ്ധ കർമ്മത്തിൻ്റെയും തത്വത്തെ ബോധവ്യം അറിയപ്പെടേണ്ടത് തന്നെയാണ്. അകർമ്മണഃ വിഹിതകർമ്മം ചെയ്യാതിരിക്കുക, സ്വധർമ്മം അല്ലെങ്കിൽ വിധിക്കപ്പെട്ട ധർമ്മം ചെയ്യാതിരിക്കുക, അകർമ്മം, അതിനെക്കുറിച്ചും അറിയേണ്ടതാണ്. ബോധവ്യം. കർമ്മണഃ ഗതി ഗഹന. അതുകൊണ്ട് ഈ കർമ്മത്തിൻ്റെ തത്വം അറിയാൻ വളരെ പ്രയാസമുള്ളതാണ്. ഇതിൻ്റെ ഗതി അല്ലെങ്കിൽ ഇതിൻ്റെ തത്വം അറിയാൻ വളരെ പ്രയാസമുള്ളതാണ്. അത് തിരിച്ചറിയേണ്ടതാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ശാസ്ത്രവിഹിതമായ കർമ്മവും അത് ചെയ്യാതിരിക്കുന്നതും അല്ലെങ്കിൽ നിഷേധമായ കർമ്മങ്ങളെക്കുറിച്ചും അതിൻ്റെ തത്വങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയണം. എങ്കിലേ നമുക്ക് നമ്മുടെ അധർമ്മങ്ങളെ അറിഞ്ഞ് നമുക്ക് മുന്നോട്ട് കർമ്മയോഗത്തെ അനുഷ്ഠിക്കാൻ സാധ്യമാകൂ. കർമ്മണ്യകർമ്മയഃ പശ്യേത് അകർമ്മണി ച കർമ്മയഃ സ ബുദ്ധിമാൻ മനുഷ്യേഷു സ യുക്തഃ കൃഷ്ണ കർമ്മകൃത്. യഹ കർമ്മണി അകർമ്മഃ പശ്യേത്. ഇവിടെ കർമ്മത്തിൽ ആരാണോ അകർമ്മത്തെ കാണുന്നത്, യഹ പശ്യേത് ആരാണോ കാണുന്നത് എന്ന് വെച്ചാലോ, കർമ്മത്തിൽ അകർമ്മത്തെ ചെയ്യുക എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളെല്ലാം എവിടെയാണ്? ഗുണാഹ ഗുണേഷു വർത്തന്തി. ശരീര മനോബുദ്ധികളിലാണ് ഈ കർമ്മങ്ങൾ നടക്കുന്നത്. മനോവാക് കായികമായിട്ടുള്ള കാര്യങ്ങളാണ് കർമ്മങ്ങൾ. അതെല്ലാം കർമ്മങ്ങൾ നടക്കുന്നു ഇവിടെ. അത് വിധിക്കപ്പെട്ടതാണെങ്കിലും വിധിക്കപ്പെടാത്തതാണെങ്കിലും ആ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതാത് ഗുണങ്ങൾക്കനുസരിച്ച് അത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആ ഉപാധികൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും അകർമ്മത്തെ കണ്ടോണം. ആ അകർമ്മം എവിടെയുള്ളത്? ആത്മാവിൽ കർമ്മങ്ങൾ യാതൊന്നുമില്ല, കർമ്മവുമില്ല അകർമ്മവുമില്ല, ഒന്നുമില്ല. അതാണ് സത്യം. ഇപ്പോൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സ്വപ്നദ്രഷ്ടാവ് സത്യത്തിൽ യാതൊന്നും ചെയ്യുന്നില്ല, സ്വപ്നങ്ങൾ നടക്കുന്നു. അവിടെ സ്വപ്നദ്രഷ്ടാവിന് യാതൊരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല. എഴുന്നേറ്റിട്ട് ഞാൻ തന്നെയാണ് സ്വപ്നം കണ്ട്, ഞാനല്ല, ഞാൻ എവിടെയെങ്കിലും ഇവിടെ കിടക്കുന്ന ആൾ അവിടെ ദൂരത്ത് മുംബൈയിലോ അല്ലെങ്കിൽ മദ്രാസിലോ എവിടെയെങ്കിലും യാത്ര ചെയ്ത് അവിടെ പോകുന്നതോ അവിടെ പോയി രാത്രി അവിടെ ചിലപ്പോൾ ഉറങ്ങുന്നതായിരിക്കും സ്വപ്നം കാണുന്നത്. അല്ലെങ്കിൽ വേറൊരു ശരീരത്തിൽ വേറെ പലതുമാണ്.
അതൊന്നും സ്വപ്നദ്രഷ്ടാവിനെ ദ്രഷ്ടാവിനെ ബാധിക്കുന്നുണ്ടെങ്കിലും സത്യത്തിൽ എങ്ങനെ ബാധിക്കുന്നില്ലയോ എന്ന പോലെ തന്നെ ഈ ജാഗ്രത അവസ്ഥയിലും യാതൊന്നും ഇവിടെ നിന്നും ആത്മാവിൽ യാതൊന്നും കർമ്മങ്ങളോ കർമ്മഫലങ്ങളോ അവനെ ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവനിൽ ഇല്ല എന്നതാണ് സത്യം. അതാണ് കർമ്മത്തെ അകർമ്മത്തെ, ഈ ശ്ലോകം വളരെ പ്രധാനപ്പെട്ടതാണ്. കർമ്മത്തിൽ അകർമ്മത്തെ കാണണം. അപ്പം ആത്മദൃഷ്ടിയിലാണ്. കർമ്മങ്ങളെല്ലാം എന്തിലാണ് നടക്കുന്നത്? ഉപാധികൾ, ശരീര മനോബുദ്ധികൾ. അതുകൊണ്ടാണ് ഇതിനെ ആരിൽ സമർപ്പിക്കണം? ഈശ്വരൻ. നമ്മുടെ അഹന്തയാണ് ഇതിൽ താതാത്മ്യപ്പെട്ടിട്ടാണ്. അപ്പം ഈ താതാത്മ്യത്തെ, ഈ അഹന്തയെ നമുക്ക് ഇല്ലാതാക്കാൻ ശരീര മനോബുദ്ധികളിൽ ചെയ്യുന്ന മനോ വിചാരങ്ങളായാലും വാക്കുകളായാലും കായികമായിട്ടുള്ള പ്രവൃത്തികളായാലും എല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് ഇതിൽ നിന്ന് താതാത്മ്യത്തിൽ നിന്നും നമ്മൾ കാലാകാലങ്ങളായി കാലാന്തരങ്ങളായി ജന്മജന്മാന്തരങ്ങളായി ഇതിൽ താതാത്മ്യപ്പെട്ട് ഇതിൻ്റെ കർമ്മബന്ധനങ്ങളിൽപ്പെട്ട് ഇതിൻ്റെ ഗുണങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കെ ഇതിനെയെല്ലാം നശിപ്പിക്കാൻ ഇതെല്ലാം ഭഗവാന് സമർപ്പിച്ച് സാധ്യവും. കർമ്മങ്ങളും അതിൻ്റെ തദ്വാര ഉണ്ടാകുന്ന ഫലങ്ങളും എല്ലാം, ഫലങ്ങളൊന്നും നമ്മളിലല്ല, നമ്മൾ വിചാരിച്ച പോലെയല്ല നടക്കുന്നത്. അതുകൊണ്ടാണ് കർമ്മയോഗത്തെ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഈ കർമ്മയോഗത്തിൽ പ്രധാനപ്പെട്ടതാണ് ഈ ശ്ലോകം. കർമ്മണ്യ അകർമ്മയ പശ്യേ. കർമ്മത്തിലൊന്നും അകർമ്മത്തേക്കാണ്. ഭഗവാനെ എല്ലാം നീയാണ് ചെയ്യുന്നത്, നിന്റെ ഇച്ഛയാണെന്ന് അറിഞ്ഞ് അങ്ങനെ ചെയ്യുക എന്നാണ് അത് പറയുന്നത്. അപ്പോൾ അതെവിടെയാണ്? ആത്മാവിലാണ് അകർമ്മം. അപ്പോൾ താനൊന്നും ചെയ്യുന്നില്ല, ആത്മാവ് സത്യത്തിൽ യാതൊന്നും ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ സ്വരൂപമായ സത്യത്വത്തിൽ യാതൊന്നും നടക്കുന്നില്ല എന്നതറിയും. അപ്പോൾ പിന്നെ ഈ നടക്കുന്നതൊക്കെ ഇതൊക്കെ അധ്യാസമാണ്. ഇങ്ങനെ നടക്കുന്നതൊന്നും ആഭരണങ്ങളെല്ലാം സ്വർണമായിരിക്കെ അതിനൊരു യാതൊരു വ്യത്യാസവും ഇല്ല സ്വർണത്തിന്. പക്ഷെ നമുക്ക് കാണുമ്പോൾ അത് പ്രതീതം, അധ്യാസം. അല്ലെങ്കിൽ കയറിലെ ഒരു പാമ്പിനെ നമ്മൾ ഇരുണ്ട വെളിച്ചത്തിൽ കാണുമ്പോൾ, അതായത് ഒരു മങ്ങിയ വെളിച്ചത്തിൽ നമ്മൾ കാണുമ്പോൾ ഈ കയറിൽ നമുക്ക് പാമ്പായി തോന്നുന്നുണ്ടെങ്കിൽ അത് കയറ് മാറിയിട്ടല്ല പാമ്പായത്, അത് അധ്യാസമാണ്. അത് കാണുമ്പോഴും അത് കയറ് തന്നെയാണ്. അതിൻ്റെ ഭീതി ഉണ്ടാകുന്നു, അത് കടിച്ചു എന്നുള്ള ദോഷം തോന്നുന്നു, അല്ലെങ്കിൽ അതിലൂടെ ഭയപ്പെട്ട് മരണപ്പെടുക പോലും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ സത്യത്തിൽ അവിടെ ഒരു പാമ്പ് എന്നുള്ളത് ഉണ്ടായിട്ടില്ല. അതിന് അധ്യാസം എന്ന് പറയും. അധ്യാസമാണ്. ഇവിടെ ഉള്ളതിനെ ഉള്ളതുപോലെ കാണാതെ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ കാണുന്നു. അതാണ് മായ എന്ന് പറയുന്നത്. മായയുടെ സൃഷ്ടി, മായയുടെ ഇതാണത്, ഒരു ഇല്ലൂഷൻ. അതാണ് ഇവിടെ സത്യമായിട്ട് കാണുന്നത്. അപ്പോൾ അജ്ഞാനി ഇതിനെ സത്യമായി കാണുന്നു, ജ്ഞാനി അതിനെ സത്യമായി കാണുന്നില്ല. അപ്പോൾ അത് കർമ്മയോഗി എന്ത് ചെയ്യുന്നു? ഇതെല്ലാം അധ്യാസമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് നിവർത്തിക്കാനായി ഇതെല്ലാം ഭഗവത് സമർപ്പണമായി ചെയ്യുന്നു. ആ അഹന്തയെ ഭഗവത് സമർപ്പണമായി ചെയ്തുകൊണ്ട് തൻ്റെ സ്വരൂപ തത്വത്തിൽ അകർമ്മത്തെ ദർശിക്കുന്നു, അല്ലെങ്കിൽ അകർമ്മത്തെ ബോധിക്കുന്നു എന്നാണ് പറയുന്നത്. അകർമ്മണിച്ച കർമ്മയഹ. അപ്പോൾ അകർമ്മത്തിൽ കർമ്മത്തെ, അപ്പോൾ ശരീര മനോബുദ്ധികൾ കൊണ്ടും ഞാൻ കർമ്മങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കുന്നതോ അത് കർമ്മം തന്നെയാണ്. അകർമ്മണി കർമ്മച്ച യപ്പശ്യേത്. അങ്ങനെ ആ അകർമ്മത്തിൽ അത് കർമ്മം തന്നെയാണ്. ശരീര മനോബുദ്ധികൾ ചെയ്യുന്നില്ല എന്ന് ബലമായി പിടിച്ചു വെച്ചാലും ആ ശരീര മനോബുദ്ധികൾ ശ്വാസം എടുക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നത് കൊണ്ട് അത് കർമ്മം തന്നെയാണ്. അത് എത്ര ധ്യാന സമാധികളായാലും അതെല്ലാം കർമ്മത്തിൽ പെടുന്നതാണ്. അത് വീണ്ടും അവിടെ അനുഭവം എന്നുള്ളതുണ്ട്. സമാധിയിൽ പോലും ഞാൻ അനുഭവിക്കുന്നു, അതും കർമ്മം തന്നെയാണ്. അതുകൊണ്ടാണ് വീണ്ടും സമാധിയിലേക്ക് നമുക്ക് പോകാൻ ആഗ്രഹം വരുന്നത്, സമാധി ഇഷ്ടപ്പെടുന്നത്, സവികല്പം നിർവികല്പം തുടങ്ങും. അപ്പോൾ ഈ കർമ്മത്യാഗം എന്നതും അജ്ഞാന കാര്യമാണ്, അതും കർമ്മമാണ് എന്ന് അറിഞ്ഞോളൂ. കർമ്മത്തെ ത്യജിക്കുന്നതല്ല അകർമ്മം എന്നറിയണം. അപ്പോൾ അകർമ്മണി യഹ കർമ്മ പശ്യേത്. അകർമ്മത്തിലും കർമ്മത്തെ ആര് കാണുന്നുവോ സ മനുഷ്യേഷു ബുദ്ധിമാൻ, അവൻ മനുഷ്യരിൽ ബുദ്ധിമാനാകുന്നു. സഹ യുക്ത കൃത്സ്ന കർമ്മകൃത്, അവൻ എല്ലാ കർമ്മത്തെയും ചെയ്യുന്നവനുമാകുന്നു. അവൻ യോഗിയും എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നവനുമാകുന്നു. അവൻ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഇതാണ് അറിയേണ്ടത്. കർമ്മത്തിൽ അകർമ്മത്തെയും, മനോവാക് കായികമായ കാര്യങ്ങളിലെല്ലാം ആ കർമ്മങ്ങളിലെല്ലാം അകർമ്മത്തെയും. അപ്പോൾ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം അകർമ്മത്തിലാണ്. ആത്മാവിൻ്റെ അകർമ്മത്വത്തെ അറിയണം. അകർമ്മണി കർമ്മയഹ. പിന്നെ ഞാൻ ആത്മാവാണെന്ന് പറഞ്ഞ കർമ്മത്യാഗത്തിലേക്ക് നിഷിദ്ധമായ കർമ്മങ്ങൾ എന്തായാലും ചെയ്യില്ല. കാമ്യകർമ്മങ്ങളിലെ ചെയ്യരുത് കർമ്മയോഗി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാമ്യകർമ്മങ്ങളിൽ നിന്നും വിട്ടു, നിഷിദ്ധമായ കർമ്മവും വിട്ടു. പിന്നെ കർമ്മങ്ങളെ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ശരീരയാത്രയ്ക്ക് പോലും കർമ്മം ചെയ്തേ പറ്റൂ എന്നുള്ളതൊക്കെ അതുകൊണ്ടാണ് നമ്മൾ ചർച്ചയ്ക്ക് വന്നിരുന്നത്. അപ്പോൾ ഒന്നും ചെയ്യാതെ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ബലമായി പിടിച്ചിരിക്കുന്നതും ആ അകർമ്മവും കർമ്മം തന്നെയാണ്.
അതല്ല കാണേണ്ടത്. തത്വജ്ഞാനത്തിലാണ് അകർമ്മത്തെ കാണേണ്ടത്. തത്വത്തിൽ ആത്മാവിൽ കർമ്മങ്ങളില്ല, കർത്താവും ഭോക്താവുമല്ല എന്നറിയുന്നതാണ് ശരിയായ മനുഷ്യനിൽ ബുദ്ധിമാൻ, ജ്ഞാനി എന്ന് പറയുന്നതെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അവനാണ് ശരിയായി കർമ്മത്തിന്റെ തത്വങ്ങളെ മനസ്സിലാക്കുന്നത്. സയുക്ത കൃഷ്ണകർമ്മകൃത്, അവൻ എല്ലാ കർമ്മങ്ങളെയും ആ താത്വികമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ അനുഷ്ഠിക്കുന്നു, കർമ്മയോഗി. അതാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ അടുത്ത ശ്ലോകം അടുത്ത ചെറു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇത് സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം. ഇതിനെ താത്വികമായിട്ട് നമുക്ക് പറയാം. ഇത് സ്ഥിതപ്രജ്ഞൻ, തത്വജ്ഞന്റെ നിലയാണിത്. സാധകൻ ഇതിനെ സാധനയായി സ്വീകരിച്ചു ചെയ്യുന്നു. അത് രണ്ടും നമ്മൾ അതുപോലെ കണ്ടോളാം. കർമ്മയോഗിയും ജ്ഞാനി തന്നെയാണ്. പക്ഷെ അവന് പൂർണ്ണമായിട്ടുള്ള ആ തത്വനിഷ്ഠ ഉണ്ടായിട്ടില്ല, മോക്ഷം സിദ്ധിച്ചിട്ടില്ല. അപ്പം കർമ്മയോഗിയും വിശിഷ്ടം തന്നെയാണ്. വലിയ സാധക നിലയിൽ വലിയ മുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ കർമ്മയോഗിക്ക് എപ്പോൾ കാണിച്ചാലും വീഴ്ച ഉണ്ടാവാം. അവൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധയോടുകൂടി അവൻ മുന്നോട്ട് പോകണം എന്നുള്ളത്. തത്വജ്ഞനെ സംബന്ധിച്ചോളം ഇവിടെ വിധി നിഷേധങ്ങൾ യാതൊന്നുമില്ല. അവിടെ സാധ്യമായതിൽ അവർക്ക് കർമ്മം ചെയ്യുക, ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ചെയ്യുന്നതിൽ കാണാതിരിക്കുക, അല്ലെങ്കിൽ ഈശ്വരാർപ്പണമായി ചെയ്യുക, അതൊന്നും തത്വജ്ഞനിലില്ല. സാധനയാണ് ഇതെല്ലാം. അതിന് രണ്ടിനെ ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ വീഡിയോകൾ ചെറിയ വീഡിയോ ആയി കൊടുക്കുന്നത് ലഭിക്കാനായി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കൽ കൂടി താല്പര്യപ്പെട്ടുകൊള്ളുന്നു. അതാത് ദിവസം കൊടുക്കുന്നത് തുടർച്ചയായി കിട്ടാനായിട്ടുകൊണ്ടാണ് പറയുന്നത്. സബ്സ്ക്രൈബ് ചെയ്താൽ അതാത് സമയത്ത് നിങ്ങൾക്കത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചർച്ചകൾ കേൾക്കാൻ സാധിക്കും. നമസ്കാരം.